അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കുറ്റം പറയുന്ന ആളുകൾ, നമ്മളെ കുറിച്ച് തെറ്റുകള് കുറ്റങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് സമുദായത്തിൽ ഒരുപാട്. ഇല്ലേ, നമ്മൾ പറയും നാട്ടിലെ CCTV ആണെന്ന് പറയും. ഈ അങ്ങാടിയിൽ പോയി അവിടുന്ന് നമ്മളെ കുറിച്ച് കുറ്റം പറയാനും. അപ്പൊ അവർ മനസ്സിലാക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് കുറ്റം പറയാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഒരാളും തികഞ്ഞ ആളല്ല. അങ്ങനെ ഒരു തികഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്ത് റസൂൽ ഒരാളെ കുറിച്ചും മോശപ്പെട്ടത് പറഞ്ഞിട്ടില്ല, ഒരാളെ കുറിച്ചും നിന്ദ്യമാക്കി പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ, അപ്പോ ആരെയും മോശമാക്കി പറഞ്ഞിട്ടില്ല. കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ സംഗതി, അവന് എന്താണ്, അവനെ തന്നെയാണ് അവൻ ഇല്ലാതാക്കുന്നത്. അപ്പോ അവന് എത്രമാത്രം മോശമാണെന്നാണ് അവൻ അറിയിക്കുന്നത്. കാരണം എന്റെ ഉസ്താദ് തന്നെ പറയാറുണ്ട്, എന്റെ ഉസ്താദ് തന്നെ ഉസ്താദിനോട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുറ്റം പറയുമ്പോൾ, ഒരു തെറ്റ് പറയുമ്പോൾ, അപ്പോൾ ഉസ്താദ് മനസ്സിലാക്കള് ഇവൻ എത്രമാത്രം മോശമാണ്, ഈ പറയുന്ന ആള് എത്രമാത്രം മോശമാണ്. ഇവന്റെ മനസ്സിൽ അയാളെ കുറിച്ച് മോശം എന്നുള്ള സംഗതി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് മനസ്സിലാക്കുക ആ കുറ്റത്തെ. ഇവൻ ഇത്ര മോശമായത് കൊണ്ടല്ലേ അയാളെ കുറിച്ച് ഇത്രമാത്രം മോശം അയാളുടെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പൊ ഇയാളുടെ മനസ്സ് എത്രമാത്രം നീചമാണ്, എത്രമാത്രം മോശമാണെന്നുള്ളത്. അപ്പൊ അക്കാരണമായിട്ട് ഞങ്ങളാരും ഉസ്താദിനോട് ഒരാളെ കുറിച്ചും പറയാൻ പോകാറില്ല ഇതാലോചിച്ചിട്ട്. കാരണം ആദ്യം മനസ്സിലാക്കി ആ പറയുന്ന ആളെയാണ്. ഇവൻ ഇത്ര മോശമായത് കൊണ്ടാണല്ലോ ഇവന്റെ മനസ്സിൽ അവനെ കുറിച്ച് ഇത്ര മോശം വന്നത് എന്നതാണ് മനസ്സിലാക്കുക. അപ്പോ നല്ലത് മനസ്സിലാക്കുവാൻ അതിന്റെ ആളുകളൊക്കെ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുറ്റം പറയുന്ന ആളുകൾ നമ്മൾ പെടാതിരിക്കുക. ഒരാളെ കുറിച്ച് നല്ലത്, എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം പറയുക. നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.